കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മൾ ഇസ്ലാമിലെ ദൈവമായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാരുണ്യക്കടലായ പടച്ചവൻ്റെ കാരുണ്യത്തിൻ്റെ വർണ്ണനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൽ എങ്ങനെയാണ് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ലീലാവിലാസങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംസാരത്തിന് തുടക്കം കുറിക്കാൻ കാരണഭൂതനായ അല്ലെങ്കിൽ കാരണക്കാരനായിട്ടുള്ള വ്യക്തി സാക്ഷാൽ എം അക്ബറാണ്. രണ്ട് വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞ, ഇസ്ലാമിലെ ദൈവം വിമർശകർ പറയുന്നത് പോലെ അത്ര ക്രൂരനായ ഒരു മനുഷ്യനൊന്ന്, മീൻസ് അത്ര അങ്ങനെ ക്രൂരനായിട്ടുള്ള ഒരു ദൈവമല്ല, വളരെ ശാന്തശീലനും വളരെ കാരുണ്യവാനും കരുണാനിധിയും ഒക്കെ ആയിട്ടുള്ള വളരെ ഉത്തമമായ ഒരു ദൈവസങ്കല്പമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അത് മൂല്യന്മാർ പറഞ്ഞു കൊടുക്കുന്നതിനകത്തുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അള്ളാഹു വല്ലാത്ത ഒരു ക്രൂരനായിട്ടും ഭീകരനായിട്ടൊക്കെ പാവപ്പെട്ട വിശ്വാസികൾക്ക് പോലും തോന്നുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ ആണ് നമ്മൾ ഇന്നിവിടെ വിശകലന വിധേയമാക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ദൈവത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇസ്ലാമിലെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അതിൻ്റെ ഡയമെൻഷൻസ്, അതിന് ചില ഉദാഹരണങ്ങൾ അക്ബർ സാഹിബ് പറഞ്ഞ ആ കാര്യം എത്രമാൽ ശരിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഏതാനും ചില ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വഹാബി ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ജമാഅത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള, ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതനും പ്രാസംഗികനും ആയിട്ടുള്ള ഹുസൈൻ സലഫിയാണ്. ഹുസൈൻ സലഫിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനോട് വലിയൊരു കടപ്പാടുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ പഠനങ്ങളും ചിന്തകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്വാസപരമായി ഇസ്ലാമിൻ്റെ ദൈവികതയിൽ അതിലേക്ക് ഈ പഠനത്തിലൂടെ നമ്മൾ എത്തിപ്പെടുന്നതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടിമത്തം, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇസ്ലാം മത വിശ്വാസം നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ച, അല്ലെങ്കിൽ പഠനം മറ്റൊരു തരത്തിലേക്ക് നമ്മൾ മാറ്റുന്നതിൻ്റെ ഒരു ഘട്ടം എന്ന്. എന്നാൽ അതിലേക്ക് എന്നെ നയിച്ച വ്യക്തികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഒരാൾ ഹുസൈൻ സലഫിയും രണ്ടാമത്തെ ആൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുമാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ നാദാപുരത്ത് വെച്ച് നടന്ന ഒരു ഖണ്ഡന പരമ്പരയുണ്ട്. ഒരാൾ വന്ന് 2 ദിവസം സംസാരിക്കും, അടുത്ത ആളതിന് മറുപടിയായിട്ട് 2 ദിവസം സംസാരിക്കും. അപ്പോൾ വിശ്വാസിയായിരുന്ന സമയത്ത് തന്നെ ഒരേ ഖുർആൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന 2 വിഭാഗങ്ങൾ തമ്മിൽ ആ ഖുർആനിൻ്റെ അർത്ഥങ്ങളെ ചൊല്ലിയും അതിൻ്റെ തഫ്സീറുകളെ ചൊല്ലിയും അതിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്ന ആശയങ്ങളെ ചൊല്ലിയും ഉള്ള തർക്കം, ആ തർക്കത്തിൽ ഇവർ വാദപ്രതിവാദങ്ങൾ കേട്ടിട്ടാണ് ഈ 2 കൂട്ടരും പറയുന്നതിനപ്പുറത്തേക്ക് ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതുണ്ടെന്നും എല്ലാവരും ഖുർആനിനെ മനസ്സിലാക്കുന്നവരും ഇസ്ലാമിനകത്ത് ജീവിക്കുന്നവർ കേവലം മൂല്യന്മാർ പറയുന്നത് കേട്ട് വിശ്വസിക്കാതെ ഗ്രന്ഥം വായിക്കേണ്ടതുണ്ട് എന്നും അത് വിശദമായിട്ട് പഠനം വിധേയമാക്കേണ്ടതുണ്ട് എന്നും മുൻവിധികളില്ലാതെ ഇതിനെ സമീപിക്കേണ്ടതുണ്ട് എന്ന ഒരു ചിന്തയിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിയാൽ എന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ടുള്ള വഴിയിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ പ്രേരിപ്പിച്ച 2 വ്യക്തികളിൽ തുല്യമായിട്ടുള്ള പങ്കുള്ള 2 വ്യക്തികളിൽ ഒരാളാണ് ഹുസൈൻ സലഫി എന്നുള്ളത് കൊണ്ട് ആ ഒരു കൃതജ്ഞതയോടുകൂടി തന്നെയാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അപ്പോൾ വിഷയം ഇതാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിന് അതിർവരമ്പുകളില്ലാത്ത, അതിരില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടമാണ് മഹാനായ അള്ളാഹു. ആ മഹാനായ അള്ളാഹു എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും കാരുണ്യത്തെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് പിഴവ് പറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്നലെ എം അക്ബറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളോടുള്ള പ്രതികരണത്തിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മറ്റൊരു വകഭേദമായിട്ടുള്ള നരകം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ നരകത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നത് അതുപോലും അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നരകത്തിൽ പോകുന്നവർക്കൊക്കെ മനസ്സിലാകും എന്നുള്ളതാണ് അക്ബർ സാഹിബിൻ്റെ വാദം. അപ്പം അങ്ങനെ ഈ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കാരണമായിക്കൊണ്ട് നരകത്തിലെത്തുന്ന ആളുകൾക്ക് അവിടെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള കാരുണ്യത്തിൻ്റെ വകഭേദങ്ങളാണ് ഇന്ന് ഹുസൈൻ സലഫി വിശദീകരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പൂർണ്ണമല്ല, ഇത് എന്തെങ്കിലും ഒരു 10% പോലും ആവില്ല, ഒരു 1% പോലും ആവില്ല. നരകത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള വൈവിധ്യങ്ങളുടെ, സൗകര്യങ്ങളുടെ, കാരുണ്യത്തിൻ്റെ നീണ്ട നിര ലിസ്റ്റ് അത് ഹദീസുകളിൽ നിന്നും ഖുർആനുകളിൽ നിന്നും വിശദീകരിക്കണമെങ്കിൽ നമുക്ക് മാസങ്ങൾ വേണം. കാരണം നൂറുകണക്കിന് മൂല്യന്മാർ പല ഭാഷകളിൽ കാലങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വർണ്ണനകൾ അത് വായിക്കാൻ പോലും നമുക്ക് സമയം തികയുന്നില്ല. അതുകൊണ്ട് കേവലം 1 മണിക്കൂറിൽ താഴെ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ പറഞ്ഞെത്തിക്കാവുന്നതിനൊക്കെ ഒരു വളരെ ലിമിറ്റ് ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് എടുക്കുകയാണ്. അതും പൂർണ്ണമായിരിക്കില്ല. കാരണം നരകത്തിലായി പോകുന്ന ആളുകൾക്ക് അവിടെ ലഭിക്കുന്ന ഭക്ഷണ പാനീയങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം മാത്രമാണ് ഇന്ന് നമ്മൾ. ആ കാരുണ്യത്തിൻ്റെ ഒരു അംശം മനസ്സിലായി, കാരുണ്യത്തിൻ്റെ ഒരു അംശത്തിൻ്റെ അതിൻ്റെയും ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. ഇപ്പോൾ ഭക്ഷണം പാനീയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ നമ്മൾ ഇന്ന് വിശദീകരിക്കുന്ന 2 or 3 തരം ഭക്ഷണ പദാർത്ഥങ്ങളും 1 or 2 or 3 തരം പാനീയങ്ങൾ മാത്രമാണ്. അല്ല, അത് വളരെ വിപുലമായ ഒരു ശ്രേണിയാണ്. സ്വർഗത്തിലുള്ള അത്രയും വൈവിധ്യങ്ങളില്ലെങ്കിലും ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് സ്വർഗത്തിലുള്ളതിനേക്കാൾ വൈവിധ്യം നരകത്തിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എന്നുള്ളത്. അതെന്തോ ആവട്ടെ. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ പൂർണ്ണമാകുമെന്ന് വിചാരിക്കരുത്. ഹുസൈൻ സലഫീനെ കൊണ്ടാവുന്ന പോലെ അദ്ദേഹം പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള വളരെ ചെറിയ ഒരു അംശത്തിൽ നിന്ന് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ധാർമ്മികത അനുസരിച്ചുള്ള ഒരു മുന്നറിയിപ്പ് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ആദ്യം തരികയാണ്. നിങ്ങളിതൊരു പബ്ലിക് സ്പേസിലിരുന്ന് കാണുകയാണെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. കുട്ടികളും ആരെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവരെ അവിടുന്ന് മാറ്റി നിർത്തുക. പരമാവധി ശബ്ദം കുറച്ച് കേൾക്കാൻ ശ്രമിക്കുക. പരമാവധി ആളുകൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് മാത്രം ഇത് കേൾക്കുക. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നിർബന്ധമായിട്ടും അവിടുന്ന് മാറ്റുക. പേടിയുള്ള ആളുകളെ ഒക്കെ അവിടുന്ന് മാറ്റുക. അതേപോലെ തന്നെ എന്തെങ്കിലും പിന്നെ കംഫർട്ടബിൾ അല്ലാത്ത സ്മെല്ല്, ചിന്ത ഒക്കെ വരുന്ന സമയത്ത് വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ള ആളുകളും ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ കാണരുത്. ഇത് ഒരു മുന്നറിയിപ്പ് ഞാൻ തരികയാണ്. ഇത് വേറൊന്നും കൊണ്ടല്ല, എനിക്കിത് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയിരുന്നു. പക്ഷെ ഇത് ഖുർആനിലുള്ളത് കൊണ്ടും ഇസ്ലാമിൻ്റെ ഭാഗമായതുകൊണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു തെളിവായതുകൊണ്ടും നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാതിരിക്കാൻ യാതൊരു നിർവാഹമില്ലാത്തതുകൊണ്ട് മാത്രം ആണിത് ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്ക് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം എന്ന ആമുഖത്തോടു കൂടിയാണ് ഞാൻ ഇതിലേക്ക് കടക്കുന്നത്. നരകാഗ്നിയിൽ വന്ന് വീഴുന്ന പാപികളായ ആളുകൾക്കുള്ള ഭക്ഷണവും പാനീയവും അവരുടെ വസ്ത്രവും എന്താണെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു തന്നു. അപ്പോൾ വസ്ത്രത്തിലേക്ക് നമ്മൾ ഇന്ന് പോകുന്നില്ല, ഭക്ഷണവും പാനീയവും മാത്രമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. എന്തിനാണ് ഇത് ഖുർആൻ പറഞ്ഞത് അതുകൂടി പറഞ്ഞിട്ട് തുടങ്ങാം. ഇത് വളരെ വിശദമായി ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. ഹദീസിന്റെയും ഖുർആനിന്റെയും വിശദീകരണങ്ങളിൽ അത് വേറെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മൗലവിമാർ അവരവരുടെ മുന്നിലുള്ള വിശ്വാസികളെ പേടിപ്പിക്കാൻ അവർക്ക് ആവും വിധം അവരത് കൂടുതൽ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ വിജ്ഞാന ശാഖ. അപ്പോൾ എന്തിനാണ് ഇത് വിശ്വാസികളുടെ അടുത്ത് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ വർണ്ണനകൾ മുഴുവൻ ഇന്നലെ എം അക്ബർ പറഞ്ഞത് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ നരകത്തിലുണ്ട്, അതുകൊണ്ട് ആ അനുഗ്രഹത്തിൽ ചെന്ന് പെടാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നതെങ്കിൽ, ഹുസൈൻ സലഫി പറയുന്നത് തഖ്വ ഉണ്ടാവാനാണ് എന്നാണ്. തഖ്വ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ നരകത്തിന്റെ അവസ്ഥകളെക്കുറിച്ച് ഇത്രയും വിശദമായി സമയമെടുത്ത് അള്ളയും നബിയും ഒട്ടും സമയം ഉണ്ടായിട്ടല്ല, എന്നാലും വളരെ വിശദമായിട്ട് തന്നെ നമുക്കിതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്ക് ഭയമുണ്ടാവാൻ, നമുക്ക് ഭക്തി കൂടാൻ, നമുക്ക് അള്ളാഹുവിനോട് അടുക്കാൻ, അതുപോലെ തന്നെ നമുക്ക് കരയാൻ, നിലവിളിക്കാൻ ഒക്കെയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ അള്ളാഹുവേ നരകത്തിയിൽ നിന്ന് മോചനം തരണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഭീകരമായ ബീഭത്സമായ നരകത്തിയുടെ പ്രയാസങ്ങളെ നമ്മുടെ മനസ്സുകളിൽ കൊണ്ടുവന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അത് വളരെയേറെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് തഖ്വ വർദ്ധിക്കാനും ഭയഭക്തി കൂടുവാനും നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീര് വരാനും ഹൃദയം റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനും ഭയഭക്തി നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുവാനും ഒക്കെ നിമിത്തമാകും. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുകയും എഴുതുകയും ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറയുമ്പോൾ നമ്മൾ വീഡിയോന്റെ അവസാന ഭാഗത്താകും എന്നതുകൊണ്ട് ഇപ്പോൾ മുൻകൂട്ടി പറയുകയാണ്. വളരെ ചെറിയ പ്രായം തൊട്ടുള്ള കുട്ടികളുടെ ഉള്ളിൽ അവരുടെ പ്രായത്തിനും അവരുടെ ബുദ്ധിക്കും സഹിക്കാനാവാത്ത തരത്തിലുള്ള ട്രോമയിലേക്ക്, ഭയത്തിലേക്ക് കുട്ടികളെ അവരുടെ തലച്ചോറ് പഴിപ്പിക്കുന്ന പണിയാണ് ഇവരുടെ മതവിദ്യാഭ്യാസം എന്നുള്ളത് ആദ്യം പറഞ്ഞു വെക്കാം. നമ്മൾ ഇന്നിവിടെ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട്, നമുക്ക് നരകത്തിന്റെ പൊതുവെയുള്ള വർണ്ണനകൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും നിസാരമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. അതുപോലും നമുക്ക് സഹിക്കാൻ കഴിയില്ല, നമുക്ക് പോലും കേട്ടിരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 6 വയസ്സും 7 വയസ്സും മുതൽ ചെറിയ കുട്ടികളുടെ തലച്ചോറിലേക്ക് ഈ തരം ഭീകരമായിട്ടുള്ള ശിക്ഷകളെ കുറിച്ചുള്ള ഭയം കുത്തി നിറച്ച് ഇതിനൊക്കെ വേണ്ടി കാവലിരിക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ള ഒരു ദൈവവും അദ്ദേഹത്തിന്റെ ശിങ്കിടി വൃന്ദങ്ങളായിട്ടുള്ള മലക്കുകളും ക്രൂരന്മാരായിട്ടുള്ള മലക്കുകളും തീക്കുണ്ടവും, അങ്ങനെ നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും ഭീകരമായിട്ടുള്ള ഈ ചിന്തകൾ, ഈ ഭയമാണ് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ ഉള്ളിലേക്ക് നിറക്കുന്നത്.
ഈ നരകത്തിന്റെ കനൽ അടിയിൽ പാകി ഈ ഭീതി മുഴുവൻ കുട്ടികളുടെ മനസ്സിൽ നിറച്ചു വെച്ചിട്ട് അതിലേക്ക് നിങ്ങൾ ചെന്ന് വീഴാതിരിക്കാൻ നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ മുകളിൽ, ഈ ഭയത്തിന് മുകളിലാണ് ഇവർ മുസ്ലിമായിട്ട് കുട്ടികളെ വളർത്താൻ ശ്രമിക്കുന്നത്. അതിന് മുകളിലാണ് ഇവരുടെ വിശ്വാസം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അതിന് മുകളിലാണ് ഇവരുടെ ആരാധനകൾ പറഞ്ഞു കൊടുക്കുന്നത്, അതിന് മുകളിലാണ് ഇവരുടെ ധാർമ്മികത ഇവർ പഠിപ്പിച്ചു വെക്കുന്നത്. അതുകൊണ്ട് മുകളിൽ പഠിപ്പിക്കപ്പെട്ട ഈ എന്ത് കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും അടിയിൽ കൂട്ടിയിട്ടിട്ടുള്ള ഈ ഭയത്തിന്റെ തീക്കനൽ നിന്ന്, ഈ നരക ഭയത്തിൽ നിന്ന് വളരെ ചെറിയ പ്രായത്തിൽ 8, 10, 12 വയസ്സിൽ 15 വയസ്സിനൊക്കെ ഉള്ളിൽ കയറി കൂടിയിട്ടുള്ള ഭയത്തിൽ നിന്ന് മുക്തി നേടുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. പല ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഇതൊക്കെ മനസ്സിലായിട്ടും ഇതൊക്കെ ഇത്രയും വ്യക്തമായി എഴുതി വെച്ചിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇത് മനസ്സിലാക്കാത്തത്, എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇത് തിരിച്ചറിയാത്തതെന്ന്. അതിന്റെ കാരണമാണ് ഞാൻ ഈ പറയുന്നത്. ഭയത്തിലാണ് ഇസ്ലാം വിത്തിട്ടിരിക്കുന്നത്. ആ ഭയത്തിൽ മുളച്ചു പൊങ്ങിയ വിശ്വാസമാണ് ഓരോ വിശ്വാസിയുടെയും ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഈ ഭയത്തിലേക്ക് ആഴ്ന്നു പോയ അടിവേരറക്കുക എന്ന് പറയുന്നത്, ആ ഭയത്തിന്റെ വേരറക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. അത് അവനവൻ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഭീകരമായ രീതിയിൽ മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്നത്, അതങ്ങനെയാണ് നിലനിർത്തുന്നത് എന്ന് ആമുഖമായി പറഞ്ഞു വെക്കും. നരകക്കാരായ ആളുകൾക്കുള്ള ഭക്ഷണം ഖുർആൻ പലതും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലരീഇ എന്നാണ് പറഞ്ഞത്. ലരീഉം സഖൂമും ഒക്കെയാണ് നരകവാസികൾക്കുള്ള ഭക്ഷണം. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ നമ്മെ പഠിപ്പിച്ചു തന്നു. അവർക്ക് അവിടെ ഒരു ഭക്ഷണവുമില്ല. ഇല്ലാ മിൻ ലരീഇ, ലരീഇൽ നിന്നല്ലാതെ. ആ ലരീഇന്റെ പ്രത്യേകത എന്താണ്? ലരീഇ എന്ന് പറയുന്ന ഒരു ഭക്ഷണമാണ് നരകത്തിലുള്ളവർക്കുള്ളത്. നിങ്ങൾക്ക് വളരെ ചെറിയ സംഭവങ്ങളാണ്. നരകത്തിലെ ശിക്ഷകൾ, അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷാ സംവിധാനങ്ങൾ, അവിടുത്തെ ശിക്ഷാ രീതികൾ, മുറകൾ, ഇതൊന്നും നമ്മൾ പോകുന്നില്ല. ഇന്ന് വെറും വെള്ളവും ഭക്ഷണം മാത്രമാണ്. അപ്പൊ ഭക്ഷണം, ആദ്യത്തെ ഭക്ഷണം എന്താണ്? ആ ഭക്ഷണം ലരീഇ എന്ന് പറയുന്ന ഈ ഭക്ഷണം എന്ന് പറയുന്നത് സലഫി തന്നെ പറഞ്ഞോളി, അത് നല്ലത്. ഒട്ടകങ്ങൾക്ക് പോലും മീഞ്ഞെറിഞ്ഞുവാൻ പ്രയാസമായ ഒരു തരം ഉണങ്ങിയ കള്ളിമുൾ ചെടിയാണതെന്നാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഒരുവിധമുള്ള മുൾച്ചെടികളൊക്കെ ഒട്ടകം വലിച്ചകത്താക്കും, കടിച്ചു പറിക്കും. എന്നാൽ ഒട്ടകങ്ങൾ പോലും സമീപിക്കുവാൻ പ്രയാസപ്പെടുന്ന, ദുർഗന്ധം നിമിത്തം അടുക്കാൻ സാധിക്കാത്ത വളരെയേറെ മുള്ളുകളും ആ രൂപത്തിലുള്ള ഭീകരതയും തുളുമ്പി നിൽക്കുന്ന ഒരുതരം കള്ളിമുൾ ചെടിയാണ് ലരീഇ എന്നാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇതാണ് അവിടുത്തെ ഭക്ഷണങ്ങളിലെ ഒരു ഭക്ഷണമാണിത്. ഇതിനൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ദുർഗന്ധം, അസഹനീയമായിട്ടുള്ള മുള്ള്, കഴിക്കാൻ പറ്റാത്ത ഒട്ടകം പോലും കഴിക്കാൻ കഴിയാതെ മാറിപ്പോകുന്ന ഒരു തരം ഭക്ഷണമാണ് നരകത്തിൽ അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇത് സ്റ്റാർട്ടറാണ് കേട്ടോ. ഇതിന്റെ മുകളിലേക്ക് ഇനി മെയിൻ കോഴ്സ് ഒക്കെ വരാനുണ്ട്. സ്വർഗത്തിലെ ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ വേറെ ഇതിന് സമാന്തരമായിട്ട് ആലോചിക്കും വേണം. ചെല്ലുന്ന സമയത്ത് തന്നെ മീനിന്റെ കരൾ പൊരിച്ചത്, പിന്നെ ഫ്രഷ് ബേർഡ് ഫ്രൈ റെഡി ഹിയർ, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അവിടെ. മദ്യത്തിന്റെ പുഴ, പാലിന്റെ പുഴ, തേനിന്റെ പുഴ, ശുദ്ധമായ ജലം, തടാകം, അരുവി, പരിചാരകമാര്, അതേപോലെ തരുണീമണികള്, മഞ്ചം, പതുപതുത്ത മെത്ത, വലിയ കൊട്ടാരം, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ നരകത്തിൽ ചിന്തിക്കാൻ. അപ്പോഴാണ് നിങ്ങൾക്ക് ആ സ്വർഗം എത്രമേൽ സുന്ദരമാണ് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് ആ സ്വർഗം വേണം എന്ന കൊതി വരുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് നരകത്തിൽ വീഴരുതേ പഠിച്ചവനേ എന്നുള്ള ആഗ്രഹം വരുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ ഹുസൈൻ സലഫിനെ പോലെ ആവുള്ളൂ. ഇതാണ് ഇതിന്റെ ഗുട്ടൻസ്. ഓക്കെ, അപ്പൊ എന്താണ് ആ മരം, എന്താണ് ആ ചെടി? ഇനി അടുത്തൊരു ഭക്ഷണം, 1-2 തരം ഭക്ഷണങ്ങളെ കുറിച്ചുകൂടി പറയട്ടെ. അതുപോലെ തന്നെ ഖുർആൻ പറയുന്ന അവരുടെ ഭക്ഷണം സഖൂം എന്ന വൃക്ഷത്തിൽ നിന്നാണ്. സഖൂം എന്ന് പറയുന്ന ഒരു മരമുണ്ട് നരകത്തിൽ. ത്വആമുൽ ലതീം, പാപികളുടെ ഭക്ഷണം അതാണ്. സഖൂമാണ് അവർക്ക് നരകത്തിൽ കിട്ടുന്നത്. കൽമുഹ്ലി, അത് കീല് പോലെയുള്ള ഒരു വസ്തുവാണ്. ഉരുകിയൊലിക്കുന്ന ടാറ് പോലെ കീല് പോലെയുള്ള ഒരു വസ്തുവാണ്. അതിന്റെ കനികളൊക്കെ അങ്ങനെയാണ്. യഗ്ലീ, അത് തിളച്ചു മറിയും. ഫിൽ ബുത്തൂനി, ആമാശയങ്ങളിൽ, കുടലുകളിൽ അത് തിളച്ചിങ്ങനെ ഉരുകിത്തെളിക്കും. കഗലിൽ ഹമീം, അത്യുഗ്ര താപമുള്ള വെള്ളം ചുട്ടു തിളക്കും പോലെ. ഇനി അത് കഴിഞ്ഞാൽ ഉള്ള വേറൊരു ഭക്ഷണമാണ് ഈ പറയപ്പെടുന്ന ഒരു മരം. ആ മരത്തിന്റെ കായ്കനികൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ആമാശയൊക്കെ തിളച്ചു മറിയും എന്നാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആമാശയൊക്കെ തിളച്ചു മറിഞ്ഞ് ആകെ അലിക്കുൽത്തം. അപ്പൊ എന്താണ് ഈ മരം, എവിടുന്നാണ് ഈ മരം? ഞാൻ ഇതിനകത്തൊന്നും വേറെ വിശദീകരണങ്ങൾ അധികമൊന്നും കൊടുക്കുന്നില്ല. ഹുസൈൻ സലഫി അങ്ങ് പറഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഹുസൈൻ സലഫിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ്. 1, ഇതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. 2, ഇതൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. കേട്ടിരിക്കാൻ തന്നെ നിങ്ങളുടെ ക്ഷമയെ, നിങ്ങളുടെ സഹനശക്തിയെ ഒക്കെ ഞാൻ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് തന്നെ.
കാരണം അത്രമേൽ എന്താ പറയുക, മോശമായിട്ടുള്ള രീതിയിലാണ് ഈ സംഗതികളൊക്കെ വർണ്ണിച്ചു വെക്കുന്നത്. അള്ളാഹുവിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ട് എന്ന് പറയാൻ നമുക്ക് ഇത് ധാരാളമാണ്. അള്ളാഹു എന്താണ് എന്ന് മനസ്സിലാകാത്തവർക്ക് ഇതൊക്കെ ധാരാളമാണ്. അള്ളാഹു എന്താണ്, ഈ അള്ളാഹിനെ പരിചയപ്പെടുത്തിയ നബി എന്താണ് എന്നൊക്കെ മനസ്സിലാവാൻ. അപ്പം ഇവർ രണ്ടാളും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള മതം എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പം ഈ മരം എന്താണ് അല്ലേ, ഉരുകി ഒലിക്കുന്ന ടാറ് പോലെയുള്ള ഒരു കായാണ് അത്രേ അതിൽ നിന്ന് വരിക. അതങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ആകെ ആമാശയം വരെ കുടലൊക്കെ കരിഞ്ഞു പോകും എന്ന് ഓർക്കണം. ഇതൊക്കെ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും, നരകത്തിലേക്ക് പോകുന്ന ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തി അത് അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിയതിനു ശേഷം നമ്മളെ പറഞ്ഞയച്ചിട്ട് നമുക്ക് തിന്നാൻ തരുന്ന സാധനങ്ങളുടെ ലിസ്റ്റാണ്. നരകത്തിയുടെ അടിത്തട്ടിൽ നിന്നാണ് ഇത് മുളച്ചു വരുന്നത്. അതിന്റെ മണം വളരെ ദുർഗന്ധമാണ്, സഹിക്കാനാവാത്തതാണ്. അതിന്റെ കുലകളുടെ രൂപം ഖുർആൻ പറയുന്നുണ്ട്. അതിന്റെ കുലകൾ ചെകുത്താന്മാരുടെ തലകൾക്ക് സമാനമാണ്. ചെകുത്താന്മാരുടെ തലകളെ പോലെ വികൃതമായ, പീഡിപ്പിക്കുന്ന, വികൃതമായ ആ രൂപത്തിലാണ് അതിന്റെ പഴക്കുലകൾ തന്നെ. അപ്പൊ ചെകുത്താന്റെ തല പോലത്തെ വികൃതമായ കുലകളിൽ നിന്ന് അടർന്നു വീഴുന്ന ഉരുകി ഒലിക്കുന്ന ടാറ് കണക്കെയുള്ള പഴം കഴിച്ച് മനുഷ്യന്റെ കുടലും ആമാശയവും ഒക്കെ തിളച്ചു മറിയും എന്നാണ് സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്. ഇതിന് സമാന്തരമായിട്ടുള്ള ഇതിനൊക്കെ ഓപ്പോസിറ്റ് സ്വർഗത്തിലുള്ളത് എന്ന് പറയുന്നത് മരങ്ങൾ, മരം, ചെടി, പുഴ, ഇതൊക്കെയാണ് പുള്ളിക്ക് അറിയാവുന്ന കാര്യങ്ങൾ. രാജകൊട്ടാരം ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് തീക്കുണ്ടം, ഒരു ഭാഗത്ത് കള്ളിന്റെ പുഴ, മറ്റൊരു ഭാഗത്ത് അതിനി വരാൻ പോകുന്നുണ്ട്, പാനീയങ്ങളുടെ ലിസ്റ്റ് ഇവിടെ വരാൻ പോകുന്നുണ്ട്. സ്വർഗത്തിലുള്ള മരം, ഇവിടെ ഒരാൾ കമന്റിൽ എഴുതി കണ്ടു, ശരിയായ കാര്യം. സ്വർഗത്തിലുള്ള മരം എന്ന് പറഞ്ഞാൽ തണലും കാണാൻ ഭംഗിയുള്ള ഫലവൃക്ഷങ്ങൾ, നല്ല നല്ല പേരറിയാത്ത പഴങ്ങൾ, ആവശ്യം പോലെ. ഒരു പഴം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പഴക്കൊല കണ്ടു, അതിൽ നിന്ന് ഒരു പഴം അടർത്തിയെടുത്താൽ അവിടെ അതാ അടുത്ത 2 പഴം. ഇതാണ് സ്വർഗം. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നരകം. ഇനി ഈ മരത്തിന്റെ തന്നെ കുറച്ചുകൂടി പ്രത്യേകതകൾ ഇദ്ദേഹം പറഞ്ഞുതരും, കേട്ടോളി. ആ സഖൂമിന്റെ ദുർഗന്ധത്തെ പറ്റി, അതിന്റെ മ്ലേച്ഛതയെ പറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആ സഖൂമിൽ നിന്നെങ്ങാനും ഒരു തുള്ളി, ഒരല്പഭാഗമെങ്കിലും ഈ ഭൂമിയിലേക്ക് നീറ്റിപ്പോയാൽ ഭൂമിയിലുള്ളവർക്ക് അതിന്റെ ദുർഗന്ധം നിമിത്തം ഈ ഭൂമിയിൽ ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയൂല. അത്ര ദുർഗന്ധപൂരിതമായ മ്ലേച്ഛമായ ഭക്ഷണമാണ് സഖൂം. അതൊരാൾക്ക് ഭക്ഷണമായി മാറിയാൽ അവന്റെ ദുരവസ്ഥയും ദുരന്തവും ദുര്യോഗവും എത്രത്തോളമാകുന്നു. അതിന്റെ ഗൗരവത്തെ പറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഇതിലൊന്നും പറയാനില്ല. അപ്പം തീയിൽ നിന്ന് വളർന്നു പൊങ്ങിയ ഒരു മരത്തിൽ, പിശാചിന്റെ തല പോലെ വികൃതമായ പഴക്കൊലയിൽ, ഉരുകിയൊലിക്കുന്ന ടാറുപോലെ ഭീകരമായ പഴം, അതിന് ഇപ്പൊ പറഞ്ഞതുപോലത്തെ അസഹനീയമായ ദുർഗന്ധം, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു സാധനമാണ് നരകത്തിലെ ഭക്ഷണം. ഇത് അള്ളാഹ് ഖുർആന് പറഞ്ഞു കൊടുത്തു, നബി അത് പിന്നെ വിശദീകരിച്ചു കൊടുത്തു. ഖുർആനിന്റെ മുഫസ്സിറുകൾ ഇത് കുറച്ചും കൂടി പൊലിപ്പിച്ച് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ പറയപ്പെടുന്ന മൂല്യന്മാരുടെ മുന്നിലിരിക്കുന്ന വിശ്വാസികളുടെ, ചെറിയ കുട്ടികളുടെ ഉള്ളിൽ ഇതൊക്കെ പലതും പള്ളിയിലെ ഖുതുബക്ക് നടത്തുന്ന പ്രസംഗങ്ങളാണ്. അപ്പോൾ അവിടെ 6 വയസ്സും മുതൽ അല്ലെങ്കിൽ 8 വയസ്സോ 10 വയസ്സോ ഉള്ള കുട്ടികൾ മുതൽ അങ്ങോട്ട് വയോധികരായിട്ടുള്ള ആളുകൾ വരെയുള്ള സകല മനുഷ്യരുടെ ഉള്ളിലേക്കും ഇതുപോലെയുള്ള ഭയങ്ങൾ കുത്തി നിറച്ച്, വൃത്തികേട് കുത്തി നിറച്ച്, ഇനി എങ്ങാനും നരകണ്ടെങ്കിലോ എന്ന് പേടിച്ചിട്ടെങ്കിലും ഇസ്ലാമിൽ ഒതുങ്ങിക്കൂടുക എന്നതിലേക്ക് ഈ മനുഷ്യരെ ഇതിന് പാകപ്പെടുത്തുക എന്ന വളരെ മോശമായിട്ടുള്ള ഒരു രീതിശാസ്ത്രമാണ് ഇസ്ലാം പ്രചാരണത്തിനും പ്രബോധനത്തിനും വിശ്വാസികളെ വിശ്വാസത്തിൽ നിലനിർത്തുന്നതിനും എല്ലാ കാലത്തും ഉപയോഗിച്ചു വന്നിട്ടുള്ളത്. ഇന്ന് ഇത്രയും അറിവും കാര്യങ്ങളും ഉണ്ടായിട്ടും ഇവർ പറയുന്ന ഈ ബഡായിനെ, ഈ പൊള്ളത്തരത്തിനെ, ഈ വഷളത്തരത്തിനെ ഒക്കെ മനസ്സിലാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അറിവും സാധ്യതകളും ഉണ്ടായിട്ടും നമ്മളെ തലമുറയിലുള്ള ആളുകൾക്ക് പോലും ഇത് ഇവർ ഈ പറയുന്നതിൻ്റെ അബദ്ധം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് മുഹമ്മദിന് ചുറ്റുമുള്ള മനുഷ്യരെ മുഹമ്മദ് ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അവർ ഭയപ്പെട്ടിരുന്നതിൻ്റെ ആഴം എത്രയായിരുന്നിരിക്കും? ഈ നരകത്തിൽ വീഴാതിരിക്കാനാണ് മുഹമ്മദ് പറഞ്ഞത് കേട്ട് കൊള്ളയടിക്കാനും കൊല ചെയ്യാനും ചാവാനും തയ്യാറായിട്ട് മനുഷ്യർ അദ്ദേഹത്തിന് ചുറ്റും കൂടിയിരുന്നത് എന്നാണ് ആലോചിക്കേണ്ടത്. ഈ നരകഭയത്തിന്റെ കാരണം കൊണ്ടാണ് ഇസ്ലാമിന് അധീനപ്പെടുന്ന പ്രദേശങ്ങളിലുള്ള മനുഷ്യർ, അല്ലെങ്കിൽ ഇസ്ലാമിനകത്തുള്ള സ്ത്രീകൾ, ഇസ്ലാമിക നിയമത്തിനും അതുവഴി പുരുഷനും സമ്പൂർണമായി കീഴ്പ്പെട്ട് അവരെ അടിമകളെപ്പോലെ, വളർത്തുമൃഗങ്ങളെപ്പോലെ ജീവിക്കേണ്ടി വരുന്നത്.
ഞാൻ എല്ലാ സമയത്തും പറയും, അത് ആവർത്തിച്ച് പറയും, ഇസ്ലാമിൻ്റെ കയ്യിൽ ആകെയുള്ളത് ഭീതി എന്നത് മാത്രമാണ്. ഭയം നിറക്കുക എന്നതല്ലാത്ത ഒരു ടൂളും ഇസ്ലാം എന്ന് പറയുന്ന ആശയപ്രചാരണത്തിന് നിങ്ങളുടെ കയ്യിൽ പര്യാപ്തമായതില്ല. ഈ ഭയത്തിന് ആരെയൊക്കെ അടിമയാക്കാൻ പറ്റുന്നോ അവരെയൊക്കെ നിങ്ങൾക്ക് വിശ്വാസിയാക്കാൻ പറ്റും. ഈ ഭയത്തിൽ നിന്ന് ആർക്കൊക്കെ മോചനം നേടാൻ പറ്റുന്നോ അവരൊക്കെ ഇസ്ലാം ഉപേക്ഷിക്കും. വളരെ ലളിതമായിട്ടും അങ്ങനെ നമുക്ക് പറയാം. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു താല ചോദിക്കാണ്, ഏത് വിരുന്ന ഹൈർ? സഖൂം വൃക്ഷമാണോ? സഖൂം വൃക്ഷമാണോ? ആണോ? ഇതുപോലെയുള്ള ഈ ചെടിയുടെ ഈ മാതിരിയുള്ള കായാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ സ്വർഗത്തിലെ വലിയ മുഴുത്ത പഴോ, ആപ്പിളോ, മുന്തിരിയോ, എന്തു വേണമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ മുന്നിൽ തളികയിലായി വരൂലേ? ഇല്ലെങ്കിൽ പളുങ്കു പോലത്തെ ചെറുക്കന്മാർ പറിച്ചുകൊണ്ട് തരൂലേ? ഇല്ലെങ്കിൽ തോഴിമാര് ഹൂറുലീങ്ങൾ നിങ്ങൾക്ക് എന്തിനും വേണ്ടി തയ്യാറായി നിൽക്കുന്നില്ലേ? പറന്നു പോകുന്ന പക്ഷികളെ നോക്കിയിട്ട് അതിനെ പഠിച്ചോനെ എനിക്ക് ഇങ്ങോട്ട് പൊരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ പക്ഷി ഫ്രൈ ആയിട്ട് മുന്നിൽ വരില്ലേ? ഇതാണോ നിങ്ങൾക്ക് വേണ്ടത്? അതാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് മുമ്പിൽ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ള ഓപ്ഷനിലേക്ക് മാത്രം പാവപ്പെട്ട മനുഷ്യർ അധപ്പതിക്കുന്നു, അവർ വീണു പോകുന്നു എന്നുള്ളതാണ്. ഈ രണ്ടും തള്ളാണെന്നും ഈ രണ്ടും മുഹമ്മദ് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടുകഥയാണെന്നും ഇത് മുഹമ്മദിന്റെ ഭാവനാ സൃഷ്ടിയാണെന്നും ഇതൊരു ബാലരമ അമർചിത്ര കഥയാണ് എന്ന് മനസ്സിലാക്കാൻ കെൽപ്പുള്ളവർക്ക് ഇത് ചിരിച്ചു തള്ളാവുന്ന സാധനമായി മാറും. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തേ പറ്റൂ എന്ന അവസ്ഥയിലേക്ക്, ആ ഭയത്തിലേക്ക് ചെന്നുപെടുന്നവൻ സ്വാഭാവികമായിട്ടും അവന് വലിയ വിശ്വാസമൊന്നുമില്ലെങ്കിലും ഈ ഭയത്തിൽ നിന്ന് മോചനം തേടാൻ ശ്രമിക്കും. ഇത്രേ ഉള്ളൂ ഇസ്ലാമിന്റെ അടിസ്ഥാനം, വേറൊന്നുമില്ല. മുഹമ്മദിന്റെ കാലത്തും ഇന്നും നിശ്ചയമായും നമ്മുടെ പക്കലുണ്ട് അങ്കാല, കനത്ത വിലങ്ങുകളുണ്ട്. പാപികളെ കെട്ടിവരിഞ്ഞ് മുറുക്കുവാനുള്ള കനത്ത ചങ്ങലകളും വിലങ്ങുകളും. അൻകാൽ, കനത്ത വിലങ്ങുകളുണ്ട്, ആമങ്ങളുണ്ട്. ജഹീമാ, നരകത്തീയുണ്ട്. അതിന്റെ പുറമെ വേദനാജനകമായ ശിക്ഷയുടെ രീതികൾ വേറെയുമുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ പറയണ കൂട്ടത്തിൽ, ഈ ഭക്ഷണത്തിന്റെ കാര്യം പറയണ കൂട്ടത്തിൽ ഇടയ്ക്ക് ചങ്ങലയുടെയും ചാട്ടവാറിന്റെയും പിന്നെ അഗ്നി കൊണ്ടുള്ള വസ്ത്രത്തിന്റെയും ചുട്ടുപഴുപ്പിക്കുന്ന ചങ്ങലകളുടെയും ഒക്കെ കഥ വെറുതെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ. ഇനിയോ ഇതൊക്കെയാണ് ഭക്ഷണമെങ്കിൽ എന്താണ് അവിടെ കുടിക്കാൻ കൊടുക്കുക? അതുപോലെ തന്നെ ബരി എന്ന് പറയുന്ന ഭക്ഷണം, ഇനിയും അതാ റിസ്ലീൻ എന്ന ഭക്ഷണമാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ വസ്സാഖിൽ നിന്നാണ് അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത് എന്നും ഖുർആൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഖുർആൻ പറയുന്ന കേട്ടോ, ഇതൊന്നും സലഫി കയ്യിൽ നിന്നിടുന്നതല്ല. നമ്മൾ സലഫി പറഞ്ഞു ഒന്നും അല്ല പറയുന്നത്, ഖുർആനിലുണ്ട്, നബി വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പാനീയങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇപ്പൊ ഭക്ഷണം ഇതൊന്നും അല്ല, ഇതൊക്കെ ഒരു സാമ്പിളാണ്. നിങ്ങൾക്ക് ചെറുത് സ്റ്റാർട്ടിങ് ആയിട്ട് ഒന്ന് രണ്ട് സംഭവം നമ്മൾ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതിനേക്കാളും മികച്ച വിഭവങ്ങൾ അനവധി 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 അവിടെ ഉണ്ട്. അതൊക്കെ വരികയാണെങ്കിൽ, ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഇനിയും പറയാം. എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്ക് അള്ളാന്റെ കാരുണ്യം മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവണ പറയാനുള്ള കാരുണ്യത്തിന്റെ ഒരു വലിയ കടലാണ് നരകത്തിൽ അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുള്ളത്. വസ്സാഖും റിസ്ലീനും ഒക്കെ ഏതാണ്ട് ഒരേ അർത്ഥത്തിലാണെന്നാണ് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. നമുക്ക് പറഞ്ഞു കാണാം, പണ്ഡിതന്മാര് പറഞ്ഞു കാണാം, നരകവാസികളുടെ തൊലികൾ പഴുത്ത് അതിൽ നിന്ന് ഒലിക്കുന്ന ചീഞ്ചലമാകുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇത് കുടിക്കാൻ കൊടുക്കുന്നതാണേ. തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുടിക്കാനും കൊടുക്കണമല്ലോ. ഭക്ഷണവും പാനീയവും ഒക്കെ ഉണ്ട്. പാനീയങ്ങളുടെ കഥ പറയുമ്പോഴാണ് നമുക്ക്, ഞാൻ അതുകൊണ്ടാണ് വേഗം കാപ്പിയൊക്കെ കുടിച്ച് തീർത്ത് മാറ്റി വെച്ചത്. എൻ്റെ തൊണ്ടയിൽ ചെറിയ പ്രശ്നമുണ്ട്, പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാപ്പിയൊന്നും കുടിക്കാൻ കഴിയില്ല. അപ്പൊ നരകവാസികളുടെ ശരീരങ്ങളിൽ നിന്ന് ഇങ്ങനെ ചുട്ടുപഴുപ്പിക്കുക, പിന്നെ പൊരിക്കുക, കത്തിക്കുക ഒക്കെയല്ലേ ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലത്തെ ഭക്ഷണമൊക്കെ കഴിപ്പിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകളിൽ നിന്ന് പഴുത്ത് ഒലിച്ചു വരുന്ന ചലം, അതാണ് കുടിക്കാൻ കൊടുക്കുന്നതിൽ ഒന്ന് എന്നാണ് ഒരഭിപ്രായം. പണ്ഡിതന്മാർക്കിടയിൽ പിന്നെയും വേറെ അഭിപ്രായമുണ്ട്, ഇതിനെ വേറെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതാ കേട്ടോളി. വ്യഭിചാരിണികളായി വേശ്യകളായി നടന്ന പെണ്ണ്, ഔറത്ത് വെളിവാക്കിക്കൊണ്ട് നടന്ന പെണ്ണ്, മോശത്തരത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന സ്വഭാവത്തിൽ നടന്ന പെണ്ണ്, അവൾ നരകത്തിലാണല്ലോ. അത്തരത്തിലുള്ള വേശ്യകളുടെ ഗുഹ്യഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ദുഷിച്ച നീരുകളും ഇതൊക്കെയാണ് അവിടെ കുടിക്കാൻ കൊടുക്കുന്ന സാധനം. ഇതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ട്, നമ്മൾ ആർജിക്കുന്ന ഒരു അറിവ്, ബോധം ഒക്കെ ഉണ്ടല്ലോ. ഒന്നും പറയാനില്ല, വെറുതെ കേട്ടുപോകുക. അള്ളാഹിന്റെ കാരുണ്യം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒന്നൊരു മിന്നലാട്ടം പോലെ കണ്ട് നമുക്ക് ഓടി അങ്ങ് പോവാം കേട്ടോ. ഇതൊക്കെയാണ് അവിടെ കുടിക്കാൻ കൊടുക്കുന്ന സാധനങ്ങൾ. ഞാൻ പറഞ്ഞതല്ല, ഹുസൈൻ സലഫി പറഞ്ഞതാണ്. ഞാൻ എന്തുകൊണ്ടാണ് അത് ആവർത്തിച്ച് പറയാത്ത വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞതാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇവർ പറയുന്നതൊക്കെ പോലെ പറയാൻ, ഇവരുടെ നാക്ക് പോലെ അള്ളാഹിന്റെ നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതല്ലല്ലോ നമ്മുടെ അണ്ണാക്കിലുള്ളത്. അപ്പം അതുകൊണ്ട് അത് പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. പിന്നെ അയാൾ പറഞ്ഞാൽ മതി എന്നുള്ളതുകൊണ്ടാണ്. അള്ളാഹ്ക്കും നബിക്കും പറയാം, സലഫിക്കും പറയാം.
നമുക്ക് ഈ രീതിയിൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും എത്ര വളരെ ഗൗരവത്തോടു കൂടെയാണ് അല്ലാഹു തആല ഇത് പറയുന്നത് സഹോദരന്മാരെ. അതെ, എനിക്ക് തോന്നുന്നത് ഹുസൈൻ സലഫി ഇത് പറഞ്ഞപ്പോൾ അവിടെ ഫ്രണ്ടിലിരുന്ന് ഏതോ കുട്ടികൾ ചിരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഹുസൈൻ സലഫി അള്ളാഹിന്റെ ഗൗരവത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്. എന്താ ഇതിനോടൊക്കെ പറയാ, എന്താ പ്രതികരിക്കുക? ഇല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാലാണ് അധികാവുക, ഞാൻ മിണ്ടാതിരിക്കുകയാണ് നല്ലത് അല്ലെ? ഹുസൈൻ സലഫി അങ്ങനെ പറഞ്ഞു പോട്ടെ. ഇതിനോടൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാലേ നമ്മൾ അള്ളാഹിന്റെ നിലവാരത്തിലെത്തിപ്പോവും. അതുകൊണ്ട് വേണ്ട. ഇതിനൊക്കെ പുറമേ ചുട്ട് തിളക്കുന്ന പാനീയം വേറെയും കുടിപ്പിക്കപ്പെടുകയാണ്. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. വസുഖൂ, ആ പാപികൾക്ക് കുടിപ്പിക്കപ്പെടും മാഅൻ ഹമീമാ, അത്യുഷ്ണ ജലം കുടിപ്പിക്കപ്പെടും. ആ വെള്ളം അങ്ങ് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേക്ക് ഫഖത്തഅ അംആഅഹും, അവരുടെ ആമാശയങ്ങളെയും കുടലുകളെയും അത് നറുക്കി മുറിച്ചു കളയുന്നു, അത് ഉരുക്കി ഒലിപ്പിക്കുന്നു. അത്ര കഠിനമായ ചൂടുള്ള വെള്ളമാണ്. നേരത്തെ പറഞ്ഞ 2 പാനീയങ്ങൾക്ക് പുറമെയാണ് ഈ ചൂടുള്ള പാനീയം. ഇതങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കുടലും ഒക്കെ ആകെ ഉരുകി ഒലിക്കും. എന്നിട്ടോ ഇങ്ങനെ ഇതിലൊക്കെ എന്തിനാ വിശദീകരണം, ഇതിനൊക്കെ എന്താ പ്രതികരണം? കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിന് പുറമെ, നേരത്തെ പറഞ്ഞ പാനീയങ്ങൾക്ക് പുറമെ തിളച്ച ഈ വെള്ളം അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും അതിനു പുറമെ ഇങ്ങനെ തിളക്കുന്ന വെള്ളം, ഇതിനേക്കാളും തിളക്കുന്ന വെള്ളം നെറുകം തലയിൽക്കൂടെ മുകളിലേക്ക് ഒഴിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവത്തിന്റെ കുസൃതികളാണ് നരകത്തിൽ വലിയ നേരമ്പോക്കുകളാണ്. നേരമ്പോക്കുകൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നേരമ്പോക്കാണ്. ആ ചൂടുള്ള വെള്ളം കുടിപ്പിക്കുന്നതിന്റെ പുറമേ തീ ഒഴിക്കപ്പെടും, ചൊരിക്കപ്പെടും. മിൻ ഫൗഖി റൂസിഹിം, പാപികളുടെ തലക്കുമീതെ അൽ ഹമീം, അത്യുഷ്ണ ജലമങ്ങ് കോരി ഒഴിക്കപ്പെടും. ചൂടുകാലത്ത് ഈ വെയിലത്ത് ഭയങ്കരമായ ചൂടിൽ പൈപ്പ് ലൈനിന്റെ ഭാഗങ്ങളിൽ തങ്ങി നിൽക്കുന്ന ചുട്ടു പൊള്ളിയ വെള്ളം നമ്മൾ അറിയാതെ ഷവറിന്റെ ചുട്ടിലേക്ക് തല കണ്ട് കാണിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് തലയിലേക്ക് ഒരിറ്റ് വീഴുമ്പോഴുള്ള നീറ്റലും വേദനയും സഹിക്കാനാകുമോ പ്രിയമുള്ളവരെ? എന്നിട്ട് നമ്മൾ ഗൾഫിൽ നിൽക്കുമ്പോൾ അവിടുത്തെ വിശ്വാസികൾ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരോട് പറയാണ്, പൈപ്പിൽ വെയിലത്ത് നിൽക്കുന്ന പൈപ്പിന്റെ ചൂടിൽ നിന്ന്, ഷവറിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ചൂട് പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോ കണീന്നാണ്. എന്താ പണി? പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക എന്നതല്ലാത്ത ഒന്നും. ഞാൻ ആവർത്തിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും മുഷിപ്പ് തോന്നരുത്. ഇസ്ലാം എന്നാൽ മനുഷ്യരുടെ മനസ്സിൽ നിറക്കാൻ കഴിയുന്ന ഭീതിയും ഭയവും ഭീകരതയും മാത്രമാണ്. അതല്ലാത്തതൊന്നും ഇസ്ലാമിലില്ല. ഇതാണ് എൻ്റെ വാദം. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് മുഷിപ്പ് തോന്നരുത്. ഇത് ഓരോ ഘട്ടത്തിലും പറഞ്ഞു പോകേണ്ടതാണ്. ഇവരുടെ ആശയം തന്നെ ഭീതിയിലും ഭയത്തിലും ഭീകരതയിലും അധിഷ്ഠിതമാണ്. ഇവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ബേസ് അതാണ്. ഇവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരണത്തിന് അവരുടെ കയ്യിലുള്ള ആകെയുള്ള ആയുധം അതാണ്. ഇവരുടെ പ്രജകളെ അല്ലെങ്കിൽ ഇവരുടെ അണികളെ ഈ മതത്തിനകത്ത് പിടിച്ചു നിർത്താൻ ഇവർക്ക് പ്രയോഗിക്കാൻ ഇവരുടെ കയ്യിലുള്ള ഏക തന്ത്രം ഈ ഭയം. ഇതിങ്ങനെ വളർത്തിക്കൊണ്ടുവരലാണ്. വേറൊന്നുമില്ല ഇസ്ലാമിൻ്റെ കയ്യിൽ, വേറെ ഒന്നും. ഇവർ പറയല്ലോ ധാർമ്മികത, ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തിന്റെ കയ്യിൽ, ഈ മതത്തിന് ആകെ കയ്യിലുള്ളത് ചെറിയ കുട്ടികളിൽ കുത്തി നിറക്കാവുന്ന ഭയം, ഭീകരാന്തരീക്ഷം. വേറെന്തുള്ളത്? വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരും. പിന്നെ കുറെ അവകാശവാദം, തള്ളു. മഴ പെയ്യിക്കുന്നത് ഞമ്മളാണ്, ആകാശം ഇങ്ങനെ തൂണില്ലാതെ കുത്തി നിർത്തിയിരിക്കുന്നത് ഞമ്മളാണ്, പുഴയിലെ വെള്ളം നിങ്ങൾക്ക്, അതിലുള്ള ജീവജാലങ്ങൾ, കടലിൽ മുത്തും പവിഴവും പെറുക്കി നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി മുത്തും പവിഴ ഉണ്ടാക്കിയതും പിടിക്കാൻ പാകത്തിന് മീൻ ഉണ്ടാക്കി വെച്ചതും ഞമ്മളാണ്. ഈ തള്ളും ഈ പേടിപ്പിക്കലും അല്ലാത്ത ഒരു കുന്തവും ഇസ്ലാമിലില്ല. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ചാൽ, ഈ ഭീകരത എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ വർണ്ണനകളൊക്കെ 8 വയസ്സും 9 വയസ്സും 10 വയസ്സുള്ള കുട്ടികളുടെ മനസ്സിലേക്ക് മദ്രസ കാലത്ത് കൂത്തി നിറച്ചാൽ അവന് പിന്നെ ജീവിതത്തിൽ ഈ മതത്തെ യുക്തിഭദ്രമായിട്ട് സമീപിക്കാൻ കഴിയുമോ? ഈ ഖുർആനിന് നിഷ്പക്ഷമായിട്ട് വായിക്കാൻ പറ്റുമോ? അവന്റെ സാമാന്യ ബുദ്ധി അവിടെ തന്നെ ആ നരകത്തീയിൽ വെന്തുപോയിട്ടില്ലേ? ഇതല്ലേ ഇവർ ചെയ്യുന്നത്? ഇതല്ലേ ഇവർ പുതിയ ആളുകളെ മതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ പ്രയോഗിക്കുന്ന തന്ത്രം? മതം മാറിയ കുട്ടികൾ 5-6 കുട്ടികളെ നിരത്തിയിരുത്തി നമ്മളിത് പറഞ്ഞില്ലേ? അവരുടെ എല്ലാവരുടെയും വീഡിയോ ഒരുപോലെ പരിശോധിച്ച് നമ്മൾ പറഞ്ഞില്ലേ? എല്ലാവരുടെ ഉള്ളിലുള്ളതും നരകത്തിൽ പോയി കിടക്കേണ്ടി വരും എന്ന ഭയമല്ലേ? ഞാൻ മതം വിട്ട് പുറത്തു വരുമ്പോൾ എന്നെ ആക്രമിക്കാൻ, എന്നെ കൊലപ്പെടുത്താൻ വരെ ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ, അത് എന്നോട് അടുപ്പുള്ള ആളുകാരാണെങ്കിൽ, അതിൻ്റെ കാരണം എന്നെ നരകത്തുനിന്ന് രക്ഷിക്കാനുള്ള വഴിയല്ലേ? ഞാൻ കൊല്ലപ്പെടുന്നുള്ള പേടിയുണ്ടെങ്കിലും ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വരട്ടെ, അങ്ങനെ ഞാൻ ഇസ്ലാമിലേക്ക് നിൽക്കട്ടെ, അങ്ങനെയെങ്കിലും ഞാൻ നരകത്തുനിന്ന് രക്ഷപ്പെടട്ടെ, ഇതല്ലേ? അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇസ്ലാമിനെതിരെ കുറെ കാലം പ്രവർത്തിച്ചിട്ട് അതിന്റെ ശിക്ഷയെല്ലാം കൂടി അക്യുമുലേറ്റ് ചെയ്ത് നരകത്തിൽ വലിയ യാതന ഉണ്ടാവരുത് എന്ന സ്നേഹമല്ലേ? ഏതളവിലാണ് മനുഷ്യനെ
ഈ മതം കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. അതിന്റെ ഭീകരത അത്ര വലുതാണ്. ഇതിന്റെ മുകളിൽ വന്നിരുന്നിട്ടാണ് അള്ള കാരുണ്യാണ് എന്ന് പറഞ്ഞത്. ദുനിയാവിലുള്ള ഏറ്റവും കടുത്ത തീ അതെത്ര രൂപത്തിലുള്ള കടുപ്പമാണെങ്കിൽ അതിന്റെയും 69 ഇരട്ടിയുള്ള ചൂടുള്ള തീയാണ് നരകത്തിലെ തീയും അവിടുത്തെ ചൂടുമെന്ന് പറയുമ്പോ ആ രൂപത്തിലുള്ള ജലമാണ് കുടിപ്പിക്കപ്പെടുന്നത്. അതിന്റെ പുറമേ അവരുടെ തലക്ക് മീതെ അത്യുഷ്ടമുള്ള ജലമങ്ങ് കുത്തിച്ചൊരിക്കപ്പെടുകയാണ്. ഇതൊക്കെ അങ്ങനെ ചെയ്യുമ്പോ അള്ള ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. എന്ത്? മനുഷ്യൻ ഇക്കോലത്തിൽ കൊല്ലാക്കൊല ചെയ്യുന്നത്, അതിനുവേണ്ടി മനസ്സലിവില്ലാത്ത മലക്കുകളെ കാവൽ നിർത്തിയിട്ടുള്ളത്, ഇത്രയും സംവിധാനങ്ങളൊക്കെ നരകത്തിൽ ഒരുക്കി വെച്ചിട്ട് സ്വർഗത്തിലുള്ളവർ പിന്നെ അള്ളാനെ തന്നെ മറന്ന് വേറെ തിരക്കുകളിലായിരിക്കുമല്ലോ. അപ്പൊ അള്ള ഇങ്ങനെ നരകത്തിലേക്ക് നോക്കി ഇരിക്കണം. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു വിജയിയെ പോലെ ഇങ്ങനെ ഇരിക്കാം. ആ അള്ളാന്റെ പേരാണ് കാരുണ്യവാൻ. അത് ബോഡിയിൽ തട്ടുമ്പോഴേക്ക് അത് മുഖേന ഉരുകി ഒലിക്കുകയാണ്. അവരുടെ വയറുകളിലുള്ളതും സ്കിന്നും തൊലികളും അതേ അവന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഇങ്ങനെ ഊർന്ന് ഉരുകി ഒലിക്കുന്നു. അപ്പൊ അകത്തുള്ളത് ഉരുകി ഒലിക്കാൻ അകത്തേക്ക് തിളച്ച വെള്ളം കുടിക്കാൻ കൊടുക്കുകയും നേരത്തെ ആ പഴം കൊടുക്കുകയും പിന്നെ അതിനൊക്കെ പുറമെ ഈ തിളച്ച വെള്ളം തലയിലൂടെ ഒഴിച്ച് മുടിയും തൊലിയും മാംസഭാഗങ്ങളും ഒക്കെ ഉരുകി ഒലിക്കുകയും ചെയ്യുക എന്ന കലാപരിപാടി. നരകത്തിലെ പാനീയം, ഭക്ഷണം. ഇതാണ് ഇപ്പൊ നമ്മൾ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത്. നോക്കൂ, ഖുർആൻ പറയുന്നത് ചീഞ്ചലത്തിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കപ്പെടും. സദീദ് എന്ന് പറഞ്ഞാൽ തന്നെ ചലം എന്നാണ്. നരകവാസികളുടെ വ്രണം പഴുത്തൊലിച്ചതിൽ നിന്ന് ഒലിച്ചു വരുന്ന ചലം, ആ ചീഞ്ചലമാണ് കുടിപ്പിക്കപ്പെടുന്നത്. അടുത്തത് ഈ സാധനമാണ് കുടിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ അത് കണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ എം വെരി സോറി. ഞാനത് ഒരു മുന്നറിയിപ്പായിട്ട് പറയാൻ വേണ്ടി വെച്ചതായിരുന്നു. ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർ ഭക്ഷണം കഴിച്ചു വന്നിട്ട് ഇത് കണ്ടാൽ മതിയെന്ന്. ഞാൻ നേരത്തെ കുറെ കാര്യങ്ങൾ മുന്നറിയിപ്പ് പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറയാൻ വിട്ടുപോയതാണ്. ഇന്നൊന്നും ഞാൻ ഇനി വേറെ വിശദീകരണം പറയുന്നില്ല, സലഫി എന്നെ പറഞ്ഞു പോട്ടെ. ഇറങ്ങിപ്പോകുന്നില്ല. അത് വായിലേക്ക് എത്തിയപ്പോഴേക്ക് തന്നെ വേദന കൊണ്ടവൻ പുളയുകയാണ്. നാനാഭാഗത്തുനിന്നും തന്നെ മരണം പിടികൂടിയതുപോലെ ആ വെള്ളമങ്ങ് വായിലേക്ക് ഇറ്റുമ്പോഴേക്ക് തന്നെ മരണവേദന. അപ്പൊ മരിക്കണമെന്ന് തോന്നിപ്പോകും അവന്റെ നരകത്തിൽ. എന്നാലോ അള്ള പറയുന്നു, നരകത്തിൽ ഒരിക്കലും മയ്യിത്താവുകയില്ലല്ലോ. ഇതിനെ കൊല്ല എന്ന് നമുക്ക് പറയാം. ആരാ ഇത് ചെയ്യുന്നത്? കാരുണ്യവാനായ അള്ളാഹു. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയമാണ്. എന്തിനാ ഇത് ചെയ്യുന്നത്? അള്ള പറഞ്ഞത് അനുസരിച്ചില്ല. എന്താ അള്ള പറഞ്ഞത്? അല്ലെങ്കിൽ അള്ള പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ എന്താ ഉള്ളത്? മുഹമ്മദ് നബി കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ബുക്ക്. മുഹമ്മദ് നബിനെ അള്ള പറഞ്ഞയച്ചതാണ് എന്ന് നമുക്ക് എന്താ തെളിവ്? മുഹമ്മദ് നബി പറഞ്ഞത്. മുഹമ്മദ് നബി പറഞ്ഞത് അള്ള പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി പറഞ്ഞ രീതിയിൽ ഖുർആനിലുള്ളത്. ആ സാധനം നമ്മുടെ സാമാന്യ ബുദ്ധിക്ക്, അള്ള തന്നെ നമുക്ക് തന്ന സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ അടിമത്ത ഹലാലാണ്. സ്ത്രീ പുരുഷന്റെ വസ്തു മാത്രമാണ്, കീഴിലുള്ള വസ്തു മാത്രമാണ്. അക്രമം, പരമത നിന്ദ, അസഹിഷ്ണുത, ഇതൊക്കെയുള്ള ഒരു സാധനം ദൈവം എല്ലാ മനുഷ്യർക്കും കൂടി കൊടുത്തയച്ചു എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ മാത്രം അള്ള തന്ന ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ പോലും നമ്മൾ അള്ളാനേക്കാളും വലിയ മണ്ടനാവണം. വേണ്ടേ? വിശ്വാസികൾ ഒന്ന് കണ്ണടച്ചാലോചിക്കുക. ഇനി ഇതൊക്കെ ശരിയാണെന്ന് വെച്ചാലും ഇതിൻ്റെ ഒക്കെ കാരണക്കാരൻ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ആരാ? അള്ളയാണ്. അള്ളാഹ്ക്കറിയും. അള്ളാഹിന്റെ വിശേഷണം അനുസരിച്ച് അള്ളാഹുവിനെ അറിയും. അള്ള എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? ഇതുപോലെ കൊല്ലാക്കൊല ചെയ്തത് കണ്ട് ഇരുന്ന് സഹിക്കാൻ, ചിരിക്കാൻ? അള്ളാഹു ഒരു സൈക്കോ ആണോ? ഒരു സാഡിസ്റ്റ് ആണോ? നിങ്ങൾ പറയും. സാഡിസത്തിന്റെ അങ്ങ് എക്സ്ട്രീമാണ് ഈ ചങ്ങാതി. ഒരു ദൈവത്തിന് പോട്ടെ, ഒരു സാധാരണ മനുഷ്യന്, എത്ര ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനും, മനുഷ്യന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരന് പോലും ഈ രീതിയിലുള്ള ശിക്ഷകൾ നടപ്പിലാക്കാൻ കഴിയും. അത് ഒരു ദിവസം 2 ദിവസമോ ഒരു നേരത്തേക്കോ അല്ല, നിരന്തരം. എന്തിന്റെ പേരിലാ? ഈ ശിക്ഷിക്കുന്ന ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ മാത്രമുള്ള ചിന്തകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ മനുഷ്യന്റെ ശരികളിലൂടെ ജീവിച്ചു തീർത്തു എന്ന കുറ്റത്തിന്. അള്ള ഉണ്ടാക്കിയ മെന, അള്ള ഉണ്ടാക്കിയ വഴികളിലൂടെ അള്ള ഉദ്ദേശിച്ചതുപോലെ മനുഷ്യന്മാരിവിടെ ജീവിക്കാൻ വിട്ടിട്ട് അള്ള ഉണ്ടാക്കി വെച്ച നിയമം വെച്ച് അള്ള ഇക്കോലത്തിലൊക്കെ ചെയ്തു കൂട്ടുന്നു എങ്കിൽ അള്ളാഹു എണ്ണം പറഞ്ഞ സാഡിസ്റ്റ്. നിങ്ങൾ എന്നോട് കെറിവിച്ചിട്ട് കാര്യമില്ല, വിശ്വാസികളെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. ഇതാണ് അള്ള. പിന്നെ നിങ്ങൾക്ക് ആകെയുള്ള ഓപ്ഷൻ ഇതൊക്കെ അള്ളാഹിന്റെ കാരുണ്യമാണ് എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. ഇതും അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്ന് വിശ്വസിക്കാം. അതിന് നമുക്ക് എതിർപ്പൊന്നുമില്ല.
അക്ബർ സാഹിബ് പറഞ്ഞ മാതിരി അത് പഠിപ്പിക്കുന്നിടത്തുള്ള പ്രശ്നമാണ്. സലഫ് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് അള്ളാഹിന്റെ കാരുണ്യമായിട്ട് അവതരിപ്പിക്കാതെ ഇതെന്തോ ഒരു ഭീകരതയായിട്ട് പറയുന്നതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും ചിലപ്പോൾ. കാരണം ഇതൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യമായിട്ടാണ് അക്ബർ സാഹിബ് ഇന്നലെ വിശദീകരിച്ചു തന്നത്. അത് ഇനി സലഫിയും അക്ബറും കൂടി തീരുമാനിക്കട്ടെ. ഇതിന്റെ എല്ലാം പുറമേ ഈ രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ അവൻ ഇങ്ങനെ തിന്ന് അതുപോലെ തന്നെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാതാകുമ്പോ അവൻ പിന്നെയും വെള്ളത്തിന് വേണ്ടി നരകത്തിലൂടെ ഇങ്ങനെ കറങ്ങുകയാണ്. അവരിങ്ങനെ കുറച്ചിങ്ങോട്ട് വരും, വെള്ളമെന്ന് വിചാരിച്ച് പിന്നെയും അങ്ങോട്ടോടും. അവർക്കതാ എന്ത് കലർത്തിയിട്ടാ കൊടുക്കുന്നത്? എന്ത് കലർത്തിയിട്ടാ കൊടുക്കുന്നത്? അടുത്തത് ഇനി ഒരു സീക്രട്ട് റെസിപ്പിയും കൂടി അള്ളാഹിന്റെ അടുത്തുണ്ട്. നമുക്കൊന്നും അറിയാത്ത പ്രത്യേക തരത്തിൽ കലക്കി വെച്ച വേറെയും ദ്രാവകങ്ങൾ അള്ളാഹുവിന്റെ പക്കലുണ്ട്. മക്കളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ അത്ര സിമ്പിൾ അല്ല അള്ളാഹ്. അതിന്റെ മീതെ ചുട്ടി തിളക്കുന്ന വെള്ളത്തിന്റെ ഒരു പ്രത്യേക ചേരുവയും അവർക്ക് കൊടുക്കുന്നുണ്ട്. അദാബിന്റെ വിവിധ ഇനങ്ങളായി പറയുന്നത് 1, 2, 4, 10 രൂപത്തിലുള്ള ശിക്ഷകളല്ല. അള്ളാഹു ഓരോരുത്തരുടെയും പാപത്തിനനുസരിച്ച് വ്യത്യസ്തമായ നിലക്ക് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് വൈവിധ്യമാർന്ന ശിക്ഷകൾ. വൈവിധ്യമാർന്ന ഓഫറുകൾ എന്ന് പറഞ്ഞ മാതിരി വൈവിധ്യമാർന്ന ശിക്ഷകൾ, ഓരോരുത്തരുടെ ചെയ്തികൾക്കനുസരിച്ചിട്ടുള്ള പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ശിക്ഷാമുറികൾ, അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കി നിർത്തിയിട്ടുള്ള മലക്കുകൾ, അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ്, പിന്നെ ഇതുപോലെയുള്ള ദ്രാവകങ്ങൾ, മിശ്രിതങ്ങൾ, അങ്ങനെ എന്തെല്ലാം. ഇനി ഇതൊക്കെ എന്തിനാ നമ്മളോട് പറയണ അറിയോ? സലഫി നമുക്ക് പറഞ്ഞുതരും. ഇപ്പൊ ഇതൊക്കെ കഷ്ടപ്പെട്ട് മൗലവിമാർ എഴുതി വെച്ചതും നബി എഴുതി വെച്ചത്, ഇത് വെച്ച് എന്താ നബി ചെയ്തിരുന്നത് അത് പറഞ്ഞുതരും, കേട്ടോളി. എന്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ മനഃപ്പാഠമാക്കി വെക്കേണ്ടുന്ന കൊച്ചു ആയത്തുകളാണ്. നമ്മുടെ മനസ്സുകളിൽ ഇടക്കിടക്ക് ഉണ്ടാവണം. ഈ ആയത്തുകളൊക്കെ അർത്ഥസഹിതം നമ്മൾ പഠിച്ചു വെക്കണം. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ അദാബിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങൾ എത്തുമ്പോ നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു പതിവുണ്ട്. ഈ അദാബുകളൊക്കെ അള്ള പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടും ഞാൻ പണ്ട് പോയപ്പോ കണ്ടതാണെന്ന് പറഞ്ഞിട്ടും മുഹമ്മദ് തന്റെ കൂടെയുള്ള ആളുകളെ മുന്നിൽ ഇരുത്തിയിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഈ ഖുർആൻ വചനങ്ങൾ ഇവരെ ഓർമ്മിപ്പിക്കാവുന്ന തരത്തിൽ ഹുസൈൻ സലഫി ഇപ്പൊ പറയുന്നത് പോലെ മുഹമ്മദ് അള്ളാഹിന്റെ അടുത്ത് നേരിട്ടുള്ള വഹിയ് എന്ന രീതിയിൽ ഈ ശിക്ഷകളെക്കുറിച്ചും ഈ ഭീകരതയെക്കുറിച്ചും ഈ സഹിക്കാൻ പറ്റാത്ത സംഭവങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു കൊടുക്കും, നരകത്തിലുള്ള കാര്യം. ഇത് കേൾക്കുമ്പോൾ മുത്ത് നബി അല്ലെങ്കിൽ ഇത് വായിച്ചിട്ട് നബി ഒന്ന് നിർത്തും. നബി നിർത്തിയിട്ട് അള്ളാഹിനോട് പറയും, അള്ളാ എനിക്ക് ഇത് ശിക്ഷ തരലേട്ടോ അള്ളാന്ന്. അപ്പൊ ബാക്കിൽ ഇരിക്കുന്ന എല്ലാവരും കൂടി ആമീൻ എന്ന് പറയും. എന്താ ഇവിടെ മുഹമ്മദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തന്റെ കൂടെ ഇരിക്കുന്ന മനുഷ്യരെ താൻ തന്നെ ഭാവനയിൽ സൃഷ്ടിച്ചെടുത്ത ഒരു ദൈവ കഥയിൽ ഇദ്ദേഹം തന്നെ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഈ ശിക്ഷാരീതികളൊക്കെ അണികളെ ഓർമ്മിപ്പിച്ച് അവരെ ഭയപ്പെടുത്തി തൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുക എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ച് നാളെ യുദ്ധത്തിനോ അക്രമത്തിനോ കൊള്ളക്കോ പോകുമ്പോൾ മരിച്ചു പോയാലും നരകത്തിൽ പോകില്ലല്ലോ, സ്വർഗത്തിലെത്താമല്ലോ എന്ന മോഹം ഈ മനുഷ്യരുടെ ഇടയിലുണ്ടാക്കി മാനസികമായി ഈ കൂട്ടത്തെ അടിമപ്പെടുത്തി നിർത്തി മുഹമ്മദിന്റെ ആവശ്യത്തെ ഈ മനുഷ്യരെ ഉപയോഗിക്കാൻ വേണ്ടി മുഹമ്മദ് കളിച്ച ഒരു സൈക്കോളജിക്കൽ ഗെയിം മാത്രമാണ് ഈ നരകം, ഈ ഖുർആനിലെ ശിക്ഷാരീതികളും. വേറെ എന്താണുള്ളത്? നിങ്ങൾ കൊണ്ടുവരും വേറെ എന്താണെങ്കിൽ. അപ്പൊ നബി ഇങ്ങനത്തെ വലിയ ഭീകരമായ അവസ്ഥയിലൊക്കെ എത്തുമ്പോൾ നബി അവിടെ ഒന്ന് നിർത്തും. എന്നിട്ട് നബി അള്ളഹാനോട് പ്രാർത്ഥിക്കും, അള്ളാ എന്നെ ജിന്ന് നിന്ന് രക്ഷിപ്പിക്കണേ അള്ളാന്ന്. ഓത്ത് നിർത്തി വെച്ചിട്ട് ആ കഠിനമായ ശിക്ഷ റബ്ബേ എനിക്ക് നീ തരരുതേ, നീ എന്നെ രക്ഷിക്കണേ, അഭയം തരണേ അല്ലാ എന്ന് അഭയം ചോദിക്കാതെ അദാബിനെ പറ്റി പരാമർശിക്കുന്ന ആയത്തുകളുടെ അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറില്ലായിരുന്നു എന്ന് സഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? അപ്പൊ മുഹമ്മദ് അന്ന് അത് അങ്ങനെ ചെയ്തു എന്നും അന്ന് ചെയ്തെങ്കിൽ അത് അതിനാണെന്ന് ഞാൻ പറഞ്ഞു. ഇന്നും അത് സഹാബത്ത് ഈ കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുകയും മൂല്യന്മാർ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിനാ? നിങ്ങൾ ഇസ്ലാമിനപ്പുറത്തേക്കുള്ള ഒരു ചിന്തയിലേക്ക് കടക്കാതിരിക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ, ഖുർആനിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാതിരിക്കാൻ, ഇസ്ലാമിക നിയമങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംശയം ജനിക്കാതിരിക്കാൻ, നിങ്ങൾ ചോദ്യം ചോദിക്കാതിരിക്കാൻ, നിങ്ങളുടെ ഈമാനിലുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ, നിങ്ങൾ ഇതൊക്കെ അർത്ഥമറിഞ്ഞ് ഖുർആനിലെ ഈ നരകവർണ്ണനകളും അവിടുത്തെ ശിക്ഷാവിധികളും അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം എന്നാണ് ഹുസൈൻ സലഫി പറയുന്നത്. ഇങ്ങനെ ആളുകളെ ഭീതിക്കടിമപ്പെടുത്തി മാനസികമായി അടിമകളാക്കി മെരുക്കി നിർത്തുക എന്ന 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് തുടങ്ങി വെച്ച തന്ത്രമാണ് ഇന്ന് മൂല്യന്മാരെ കയ്യിൽ എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളും ഉണ്ടായിട്ടും ഇസ്ലാമിനെ നിലനിർത്താനും ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും വിശ്വാസികളെ ഇസ്ലാമിനകത്ത് പിടിച്ചു നിർത്താനും ഇവരുടെ കയ്യിൽ ഇന്നുള്ളത്. ഈ ഭയം ഇങ്ങനെ ഊതി 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 കത്തിച്ചുകൊണ്ടിരിക്കുക.
അത് നമുക്കും മാതൃക പിന്തുടരണമെങ്കിൽ ഇപ്പൊ പറയുന്നത് ഈ കഠിനമായ നരകമാണ്, അതിന്റെ ഗൗരവമാണ്, അതിലെ ഭക്ഷണമാണ്, അതിലെ പാനീയമാണ്, അതിലെ വെള്ളമാണ്, അതിലെ നരകീയമായ ഏറ്റവും ഭീകരവും ബീഭത്സവുമായ ശിക്ഷകളാണ്. അത് ഓർത്ത് പറഞ്ഞാൽ നമുക്ക് കഴിയണമെങ്കിൽ അതിന്റെ അർത്ഥം അറിയണ്ടേ. അപ്പൊ അതിന്റെ അർത്ഥം അറിഞ്ഞ് ഇതൊക്കെ പഠിച്ചു വെക്കുക. എന്നിട്ട് ഇതൊക്കെ ഓർത്ത് നമ്മൾ നിലവിളിക്കുക, കരയുക. അപ്പൊ പിന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ ഒരു തെറ്റും ഉണ്ടാവില്ല, ഇസ്ലാമിലൊന്നും മാറ്റേണ്ടതുണ്ടാവില്ല, ഇസ്ലാമിലുള്ളതെല്ലാം എല്ലാ കാലത്തേക്കും ഓക്കെ ആയിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ചൊക്കെ അറിയാം. എന്താ? ഈ നരകശിക്ഷയൊക്കെ അറിയാം. അതുകൊണ്ട് എതിർത്ത് പറഞ്ഞാൽ നരകത്ത് പോകേണ്ടി വന്നാലോ എന്നുള്ള പേടി. എല്ലാം സേഫ്, മൗലിയമാര് സേഫ്, ഇസ്ലാം സേഫ്. ഞാൻ ഒന്നുകൂടി പറയണു, ഇസ്ലാമിന്റെ കയ്യിൽ അന്നും ഇന്നും ഭീതിയും ഈ ഭീകരതയും അല്ലാത്ത ഒന്നുമില്ല. വിശ്വാസികളുടെ ഉള്ളിൽ, മനുഷ്യരുടെ ഇടയിൽ ഭീതി നിറക്കുക എന്നതല്ലാത്ത ഒരു ആത്മീയമായ സംഭവവും ഇസ്ലാമുമായി ബന്ധപ്പെട്ടില്ല. ഇവർ പ്രചരിപ്പിക്കുന്നില്ല, നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല. നിങ്ങൾ ഇസ്ലാമിക പ്രഭാഷണങ്ങൾ എടുത്ത് പരിശോധിച്ചോ? ഇതിൽ മുഴുവൻ ഈ ശിക്ഷയെക്കുറിച്ചും ഈ ഭീകരതയെക്കുറിച്ചും ഈ പ്രശ്നങ്ങളെക്കുറിച്ചും മാത്രമേ ഉള്ളൂ. അത് ചെയ്താൽ കിട്ടുന്ന കുറച്ച് സൗകര്യങ്ങളെക്കുറിച്ചും വേറൊന്നും ഇവരുടെ കയ്യിലില്ല. അതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് അള്ളാഹിന്റെ നരകത്തിലെ കാരുണ്യത്തിന്റെ വളരെ ചെറിയൊരു അംശം മാത്രം നമ്മൾ ഇന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. കാരുണ്യം ഇത്രയൊന്നും അല്ല, ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള കാരുണ്യങ്ങൾ ഒക്കെ അള്ളാഹ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ വെച്ച് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പറഞ്ഞു മതിയായി. എനിക്ക് നിങ്ങൾക്ക് കേട്ടും വല്ലാത്തൊരു അസ്വസ്ഥമായിട്ട് ഇരിക്കുകയായിരിക്കും. അതുകൊണ്ട് നോക്കൂ, നമ്മൾ ഒരു കാരുണ്യത്തിന്റെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ എന്നൊക്കെ പറയുന്ന ഒരു മതം, ആ മതവിശ്വാസികളെ മതത്തിൽ ഉറപ്പിച്ചു നിർത്താനും പ്രചോദിപ്പിക്കാനും ദൈവത്തിലേക്ക് അടുപ്പിക്കാനും ദൈവമാർഗത്തിൽ സഞ്ചരിക്കാനും ഇസ്ലാമിലെ നിയമങ്ങൾ അനുസരിക്കാനും അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടി ഇവരെ കയ്യിൽ ഇവർ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയേണ്ട, ആകെയുള്ളത് എന്ന് പറയുന്നത് ഇതാണ് എന്ന് വരികിൽ, ആ മതത്തിൻ്റെയും ആ മതത്തിൻ്റെ പ്രവാചകന്റെയും ആ ഗ്രന്ഥത്തിൻ്റെയും ആ ദൈവത്തിൻ്റെയും ഒക്കെ ഒരവസ്ഥ, അതെത്ര പരിതാപകരമായ ഒരു ദൈവസങ്കല്പമാണ്, ഒരു മതസംഹിതയാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും വിശ്വാസികൾ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക. നിങ്ങൾ ഈ വിഷയം കേൾക്കുന്ന വിശ്വാസികൾ ആലോചിക്കേണ്ടത്, ഈ ഭയമല്ലാതെ നിങ്ങൾ ഇസ്ലാമിനകത്ത് പിടിച്ചു നിർത്തുന്നത് എന്താണ്? നിങ്ങൾ ആരോടും, വേറെ ആരോടും മറുപടി പറയണ്ട, എന്നോടും പറയണ്ട, ആരോടും പറയണ്ട. നിങ്ങൾ ഓരോരുത്തരും കണ്ണടച്ചിരുന്ന് 2 മിനിറ്റ് കണ്ണടച്ചിരുന്ന് നിങ്ങളോട് ചോദിക്കുക, ഈ നരകഭയം, ഈ ശിക്ഷ, ഖബർ, മരണം എന്നിത്യാദി ഈ മതം നിങ്ങളുടെ ഉള്ളിലേക്ക് കുത്തി നിറച്ച ഭയമല്ലാത്ത എന്താണ് നിങ്ങളെ ഇസ്ലാമിൽ പിടിച്ചു നിർത്തുന്നത്? എന്താണ് ഇസ്ലാമിലായിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? ഭയം മാത്രമാണ് നിങ്ങളെ ഇതിൽ ഒരു കാര്യത്തിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നതെങ്കിൽ, ഉറപ്പിച്ചു നിർത്തുന്നതെങ്കിൽ, ആ ഭയത്തിൽ നിന്ന് മോചിതമായാൽ മാത്രമാണ് നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഏതൊരു ഭയത്തിൽ അടിമപ്പെട്ട് കിടക്കുന്നവർക്കും പല യാഥാർത്ഥ്യങ്ങളോടും പൊരുത്തപ്പെടാൻ കഴിയാത്ത പ്രശ്നം ഉണ്ടാവും. അതൊരു മാനസിക പ്രശ്നമായി മാറിയിട്ടുണ്ടാവും. അത് സ്വയം തിരിച്ചറിയുക. നിങ്ങൾ ആ ഭയത്തിലാണോ എന്ന് ഓരോരുത്തരും അനലൈസ് ചെയ്യുക. ഈ ഭയമല്ലാത്ത എന്ത് ഒരു കാര്യമാണ് നിങ്ങളെ ഇസ്ലാമിൽ ഒതുക്കി നിർത്തുന്നത്? ഈ ഭയമല്ല എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ഈ ഭൂമിയുടെ പുറകിലുള്ള ശക്തി ആരാണ് എന്നുള്ള സിദ്ധാന്തത്തിലേക്കൊന്നും പോകണ്ട. സാമാന്യമായി നിങ്ങളൊരു മനുഷ്യനായിട്ട്, നമ്മളുടെ സാമാന്യമായിട്ടുള്ള ഒരു സാധാരണ ജനത്തിന്റെ അറിവിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇസ്ലാമിലായിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ ഭയമല്ലാത്ത മറ്റെന്താണ്? നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കേണ്ടതാണ്. ഓരോ കുട്ടിയും, ഓരോ പുരുഷനും, ഓരോ സ്ത്രീയും നിങ്ങളോട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മാർത്ഥമായിട്ട് ചോദിച്ചിരിക്കേണ്ടതാണ്. ആ ഭയത്തിലായാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം വേസ്റ്റാണ്. പറയുന്നതിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അതാണ് വാസ്തവം. ആ ഭയത്തിൽ നിന്ന് നിങ്ങൾ മോചിതരാവേണ്ടതുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇതിനെ ഭയമേതുമില്ലാതെ സമീപിക്കേണ്ടതുണ്ട്, മുൻവിധികളില്ലാതെ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിച്ചിട്ടും നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ കാര്യങ്ങൾ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ബോധ്യപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിശദീകരിച്ച് തരണം എന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് നിർത്തുകയാണ്.